വീണ്ടും സ്വാഗതം. മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ ഇന്ന് രാജ്യാന്തര യോഗാ ദിനമാണ്. രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടങ്ങളിൽ നിന്നും യോഗാ ദിനം ആചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ JP നദ്ദ അവിടെ യോഗാ ദിനത്തിന്റെ ഭാഗമായി അവിടെ യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അതിൽ പങ്കെടുക്കുന്നു. ശരീരം, മനസ്സ്, ആരോഗ്യം എല്ലാത്തിൻ്റെയും ഒരു ഉന്മേഷത്തിന് പൂർണ്ണമായും കാര്യമാക്കുന്ന ഒരു യോഗ എന്നുള്ള ഈ പദ്ധതി അത് എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ലോകമെമ്പാടും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഈ ഭക്ഷണം പോലെ തന്നെ വ്യായാമം ശരീരത്തിന് അനിവാര്യമാണെങ്കിൽ അത് മനസ്സിന് കൂടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് യോഗ രൂപീകൃതമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പതഞ്ജലി മഹർഷി 5000 വർഷങ്ങൾക്ക് മുൻപാണ് യോഗ എന്നുള്ള അഭ്യാസം അത് രാജ്യത്ത് ഉദ്ഭവിക്കുന്നതും പിന്നീട് അതൊരു പ്രചണ്ഡ പ്രചാരത്തിലേക്ക് അത് എത്തുന്നത് പിന്നീടാണ് 2000 ആണ്ട് ആ സമയങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നാണെങ്കിലും ഇപ്പോൾ ലോകമെമ്പാടും യോഗയുടെ അതിന്റെ മൂല്യം, അതിന്റെ മഹത്വം ഒക്കെ ഉൾക്കൊണ്ട് അതിനെ പൂർണ്ണമായും അംഗീകരിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട്. പലയിടങ്ങളിലും യോഗ കൃത്യമായി പാഠ്യപദ്ധതിയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ഇപ്പോൾ പാഠ്യപദ്ധതികളിൽ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ള മട്ടിൽ തന്നെ യോഗ ഉൾക്കൊള്ളിക്കുന്നു. ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും ഇന്ന് സംസ്ഥാനത്തും വിവിധ സ്കൂളുകളിൽ യോഗ പരിശീലനമൊക്കെ നടക്കും രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി. അങ്ങനെ വിവിധ കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാക്കാനുള്ള മികവ് ഈ യോഗാസനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പ്രാണായാമം, ധ്യാനം, ഇതൊക്കെ മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വലിയ തോതിൽ അതിന് ക്രമീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ, ഏകാഗ്രത കൊണ്ടുവരാൻ, പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്താനൊക്കെ യോഗയുടെ പരിശീലനം അത് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് യോഗാചാര്യന്മാരൊക്കെ പറയുക. അപ്പോൾ പരമാവധി ആളുകൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങളാണ്. വിവിധ ഇടങ്ങളിൽ രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാഭ്യാസങ്ങൾ അത് പുരോഗമിക്കുകയാണ്. അതൊരു പതിവ് യോഗ അത് എല്ലാവരും വ്യക്തിപരമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി പ്രത്യേകം അതൊരു ആഘോഷമായി തന്നെ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നു എന്ന് മാത്രം. ശരീരം, മനസ്സ് ഇതിനെ രണ്ടിനെയും ഏകാഗ്രതയോടുകൂടി നിർത്തി യോഗയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അത് ശാരീരികവുമായും മാനസികവുമായിട്ടുള്ള വലിയ ഉന്മേഷത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെ യോഗ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ യോഗാ ദിനത്തിൽ ആശംസിക്കാം. Anyone experiencing weakness in the head or in the body shall not practice this asana. Continue to breathe in and out. This asana brings relaxation to the spine and corrects the posture of the spine, of the chest and the shoulders. लेते रहिए, छोड़ते रहिए और सांस छोड़ते छोड़ते विश्राम करें. कोहनी को डाउन करते हुए धीरे धीरे कोहनी को आराम से. टेक योर टाइम. बैलेंस. फाइंड योर बैलेंस. And again slowly come up. And hand and feet both together. इसके बाद आप करेंगे त्रिकोणासन. आपको फिर वापस 1 फुट डिस्टेंस पे रहना है. 1 फुट डिस्टेंस आपके बॉडी का साइज है. ഈ ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനം എന്നുള്ള തലത്തിലേക്ക് എത്തുന്നത് 2014 ശേഷമാണ്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. UN ജനറൽ അസംബ്ലിയിൽ 69ാമത്തെ UN ജനറൽ അസംബ്ലിയിലാണ് അന്ന് നരേന്ദ്രമോദി ആശയം മുന്നോട്ട് വെക്കുന്നതും അതേ തുടർന്ന് അത് അംഗീകാരം ലഭിക്കുകയും പിന്നീടുള്ള വർഷങ്ങൾ മുതലാണ് ഈ ജൂൺ 21 എന്നുള്ള തീയതിയെ രാജ്യാന്തര യോഗാ ദിനം എന്നുള്ള തലത്തിൽ ലോകമെമ്പാടും അതിനെ ആഘോഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു തനത് മുറ ആരോഗ്യ സംരക്ഷണം, ആത്മീയ സംരക്ഷണം, ശാരീരിക സംരക്ഷണം എല്ലാം ചേർന്നുള്ള
ഒരു കലയായതിനാൽ അതിൽ കലയുണ്ട് ശാസ്ത്രമുണ്ട് രണ്ടും സമ്മേളിക്കുന്നതിനെ തന്നെ വലിയ അംഗീകാരമാണ് ലോകമെമ്പാടും ലഭിച്ചത് എന്നുള്ളതാണ്. അതിന് ഈ 2015 അങ്ങനെ ആദ്യമായി രാജ്യാന്തര യോഗാ ദിനം ലോകം മുഴുവൻ ഉൾക്കൊണ്ടു ആഘോഷിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ തുടർച്ചയായി ഇതിപ്പോൾ 2024 എത്തുമ്പോൾ 9ാം വർഷമാണ് രാജ്യാന്തര യോഗാ ദിനം ജൂൺ 21 തീയതി ആഘോഷിക്കുന്നത്. ഈ 2024 യോഗാ ദിനത്തിന്റെ ആശയം തന്നെ സമൂഹത്തിനും വ്യക്തിക്കും വേണ്ടി യോഗ എന്നുള്ളതാണ്. സ്വന്തമായും ഒപ്പം സമൂഹത്തിനും വേണ്ടിയും യോഗ ആചരിക്കുക എന്നുള്ളതാണ് ഈ തവണത്തെ 2024 യോഗാ ദിനത്തിൽ പ്രചരിപ്പിക്കുന്ന ആശയം. അത് പരമാവധി ലോകമെമ്പാടുമുള്ള ഇടങ്ങളിൽ അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരുക്കങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന്, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ യോഗാ ദിനത്തിൻ്റെ ഭാഗമായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണാം വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. അത് നാവികസേനാംഗങ്ങൾ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളിൽ പോലും യോഗാ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഭ്യാസങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗുണങ്ങളാണ് യോഗ, പ്രത്യേകിച്ചും അത് മാനസികമായിട്ടുള്ള ആരോഗ്യം, അതിൻ്റെ ഉയർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് യോഗാഭ്യാസം. അത് മുറയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ, പ്രത്യേകിച്ചും തിരക്കേറിയ വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഈ ജീവിത സാഹചര്യങ്ങളിൽ ഈ പിരിമുറുക്കത്തിനൊക്കെ വലിയ തോതിൽ അയവ് വരുത്താൻ യോഗാഭ്യാസം കൊണ്ട് സാധിക്കുമെന്നുള്ളത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ കൃത്യമായിട്ടുള്ള യോഗ പരിശീലനം അത് ഗുണം ചെയ്യും. സ്ട്രെസ് നേരത്തെ സൂചിപ്പിച്ച പോലെ പിരിമുറുക്കമാണ് അതിൽ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുക. ഒപ്പം ശരീരവും മനസ്സും അത് ഒന്നായി ഐക്യപ്പെട്ടു പോവുകയാണെങ്കിൽ തന്നെ പല രോഗങ്ങൾക്കും വിരാമമുണ്ടാകുമെന്നുള്ള കാര്യവും അത് പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. അങ്ങനെ ഈ ശരീരം മനസ്സ് രണ്ടും സമ്മേളിക്കുന്ന യോഗ അതുകൊണ്ട് തന്നെയാണ് കലയാണ് ശാസ്ത്രമാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ലോകം എമ്പാടും അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യാന്തര യോഗാ ദിനം എന്നുള്ള തലത്തിലേക്ക് ഒരു ദിവസം മാറ്റിവെക്കുകയും അങ്ങനെ ജൂൺ 21 എന്നുള്ള തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഒരുപാട് വേദനകൾക്ക് ഇപ്പോൾ രോഗികളാണെങ്കിൽ ആ രോഗികളുടെ രോഗത്തിൻ്റെ കുറവിന് ഒക്കെ ഇത് പല മേഖലകളിലും പരിശീലിക്കുന്നു. അത് ഏത് മെഡിസിൻ, അലോപ്പതി എന്നോ ആയുർവേദമെന്നോ പ്രകൃതി ചികിത്സ എന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലായിടങ്ങളിലും അത് പരിശീലിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തരത്തിലും ഒരു ദൂഷ്യഫലവുമില്ലാത്ത ഒരു, അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്നൊരു ഒരു ആയോധന മുറയായതുകൊണ്ട് തന്നെ യോഗ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകമെമ്പാടും ഇപ്പോൾ ആചരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാജ്യാന്തര യോഗാ ദിനമാണ് ജൂൺ 21. इस आसन को करने से रीढ़ की हड्डी लचीली होती है, तंत्र को विश्राम मिलता है और एक नियमित आयाम സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തുടനീളം യോഗാ ദിനത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ രാജ്യാന്തര യോഗാ ദിനം അത് ഒരുപക്ഷെ ചില വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ നേരത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയം അതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. യോഗ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു മുറയാണ്. അപ്പോൾ അതിനെ പരമാവധി ഉപയോഗിക്കുക. അതിൽ രാഷ്ട്രീയമോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സംസ്ഥാന സർക്കാരും അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളിക്കണം. ഇനി ഞാൻ പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നു. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകാൻ തോന്നും. തിരുവനന്തപുരത്ത് അവിടെ ക്രാഫ്റ്റ് വില്ലേജിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന യോഗാ ദിനാചരണമുണ്ട്. MG മിഥുൻ അവിടെ നിന്ന് ചേരും. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി ക്രാഫ്റ്റ് വില്ലേജിലും ഇന്ന് പരിപാടികളുണ്ട് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. എപ്പോൾ ആരംഭിക്കും? അവിടെ തുടങ്ങിയോ? ഇത് ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി ഏകദേശം 500-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ ഒരു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടേക്ക് ഈ ക്രാഫ്റ്റ് വില്ലേജ് നടക്കുന്ന പരിപാടികൾക്കായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുക്കങ്ങൾ, കാരണം ഇവിടെ ഒരു ചെറിയ രീതിയിൽ വലിയ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വലിയ രീതിയിൽ ഈ ഒരു പരിപാടിക്ക് ഒരു ആശങ്കയുടെ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഉണ്ട്.
ഇവരെല്ലാം വന്ന് അവരുടെ വേഷവിധാനങ്ങളൊക്കെ ധരിക്കുകയും ഒപ്പം തന്നെ അവർക്ക് ഈ യോഗ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു സംഘാടകരെല്ലാം തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ വലിയ രീതിയിൽ മഴ പെയ്തതിനെ തുടർന്ന് ഇവിടെയെല്ലാം തന്നെ ഈ ക്രമീകരണങ്ങൾ അതെല്ലാം തന്നെ തടസ്സപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ സംഘാടകർ പറഞ്ഞത്. എന്തായാലും വീണ്ടും മഴ ചെറിയ രീതിയിലൊന്ന് തോന്നി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് വീണ്ടും ഈ ഒരുക്കങ്ങളിലേക്ക് സംഘാടകർ കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പരിപാടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മറ്റ് പ്രമുഖമായിട്ടുള്ള മറ്റു വ്യക്തിത്വങ്ങൾ കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്യും. കൂടുതൽ കുട്ടികൾ ഇവിടേക്ക് കടന്നു വരികയും ചെയ്യും. നമുക്ക് അവരോടൊക്കെ തന്നെ ഒന്ന് പ്രതികരണം ചോദിച്ചു നോക്കാം. ഇങ്ങനെ മോള് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എല്ലാവട്ടും ചെയ്യാറുണ്ടോ? അവർക്ക് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ മടിയുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു പരിപാടികൾക്കൊക്കെ വരികയും ചെയ്യുന്നത്. അതിന്റെ ഒരു ആലസ്യമൊക്കെ കുട്ടികളുടെ മുഖത്ത് കാണുകയും ചെയ്യും. എന്തായാലും കൂടുതൽ പേരും ഈ യോഗ കൂടുതൽ അഭ്യസിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിച്ചു നോക്കാം. സ്ഥിരമായി യോഗ ചെയ്യാറുണ്ടോ? അല്ല, ഈ പരിപാടിക്ക് വേണ്ടി അപ്പം ഇതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നേരത്തെ എടുക്കാറുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇട്ടില്ല. ജസ്റ്റ് ഇതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഞങ്ങള് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് എന്റെ പാർട്ടിസിപ്പേഷനായിട്ട് വന്നതാണ്. അതിനിപ്പം നല്ലൊരു രീതിയിലൊരു പ്രാഥമികമായ ഒരു രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല അതിനകത്ത്. അല്ല, അങ്ങനെ പല മേഖലയിൽ നിന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ മുതിർന്നവരൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ട് നമുക്ക് കുറച്ചുപേരുടെ പ്രതികരണം തേടാമെന്ന് തോന്നുന്നു. ഏതോ അതായത് എങ്ങനെയുണ്ട്? നല്ലതാണ്, നന്നായിട്ടുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മുൻകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോ? മുൻകാലങ്ങളിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ സർവീസിലായിരുന്നു, എയർഫോഴ്സിലായിരുന്നു. മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഈ യോഗ ഡേയിൽ ഇങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ യോഗ എല്ലാ ദിവസങ്ങളും അഭ്യസിക്കുന്ന ആള് തന്നെയാണ്? എല്ലാ ദിവസവും അഭ്യസിക്കാൻ പറ്റാറില്ല, പക്ഷെ ചെയ്യാറുണ്ട്. എന്നാലും ഇതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ്, ഈ ഒരു യോഗയെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പറയാം? യോഗയെ കുറിച്ച് പറയാൻ എന്ന് വെച്ചാൽ ആരോഗ്യത്തിന് എന്താ ഇപ്പൊ ആധുനിക രീതിയിൽ എല്ലാവർക്കും ജിമ്മിൽ പോലെ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് അതൊന്നും എല്ലാവരെ കൊണ്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചറിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ജീവന മാർഗമാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു യോഗ ഡേക്കെങ്കിലും വൻതോതിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഇത് കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് തന്നെയാണ്. എന്തായാലും എന്തോ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുകയാണ്. അതാണ് വലിയ ഒരു വീണ്ടും ആശങ്കയ്ക്കിടയാക്കിയിരിക്കുന്നത്. കാരണം വീണ്ടും ഈ കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു തുറന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകർ ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ഇവിടെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. കുട്ടികളെയൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഏകദേശം 500ഓളം കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയധികം കുട്ടികളെ ഒക്യുപ്പൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആണ്. കുഴപ്പമില്ല മിഥുൻ. എന്നാലും മിഥുനും മഴയത്ത് മാറിയെന്നുള്ളൂ. എന്നാലും ഈ മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഇന്ന് കൃത്യമാവുന്നുണ്ട്. യോഗാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തുള്ള ക്രാഫ്റ്റ് വില്ലേജിൽ അവിടെ തുറസായ ഒരു മനോഹരമായ സ്ഥലമാണ്, അവിടെയായിരുന്നു അത് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ മഴ പെയ്യുന്നത് ഒരു തടസ്സമാകുന്നു എന്നുള്ള സംശയം. എന്നാൽ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിച്ചേരും. അപ്പോൾ സുരേഷ് ഗോപി എത്തുന്ന ഉറയ്ക്ക് വീണ്ടും ആരംഭിക്കുമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും